السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ഞാൻ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ബോധ്യം വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. അന്ത്യനാളിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൗമുൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിനം അഥവാ ഖിയാമിന്റെ ദിനം എന്നുള്ളതാണ്. 2-3 അർത്ഥങ്ങൾ അതിന് ഉലമാക്കൾ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഒന്ന്, ഖബറിൽ നിന്ന് രണ്ടാമത് മനുഷ്യൻ എഴുന്നേറ്റ് വരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യന്മാരെല്ലാവരും നിൽക്കുന്ന ഒരു ദിവസമാണ് യൗമുൽ ഖിയാം. ഖിയാം എന്ന് പറഞ്ഞാൽ നൃത്തം എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി ദീർഘമായ സമയം അവൻ നിൽക്കുകയാണ്. ആ ഒരു നൃത്തവും അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ചോദ്യങ്ങളും ഇതിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളായ ആളുകൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കർമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം എന്തായിരിക്കുമെന്നും ആ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്നും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിൽ
92, 93 ആയത്തുകൾ പഠിപ്പിക്കുകയാണ്. ഫവറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലനസ്അലന്നഹും അജ്മഈൻ, അവർ എല്ലാവരോടും നാം ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു സംശയവും അതിന് വേണ്ട. അമ്മാ കാനൂ യഅമലൂൻ, എന്തിനെ കുറിച്ചായിരിക്കും അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാവുക? അവർ പ്രവർത്തിച്ചിരിക്കുന്ന ഏതൊരു കർമ്മമുണ്ടോ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഏത് കർമ്മങ്ങളാണെങ്കിലും ആ കർമ്മങ്ങളെ സംബന്ധിച്ചെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. ആ ചോദ്യം ചെയ്യുമെന്നുള്ളത് പടച്ചറബ് അവനെ തന്നെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അറാഫിൽ കാണാം, വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. നാം പ്രവാചകന്മാരോട് ചോദ്യം ചെയ്യും. പ്രവാചകന്മാരോട് എന്റെ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. താങ്കൾ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ? വലനസ്അലന്നല്ലദീന ഫലനസ്അലല്ലദീന ഉർസില ഇലൈഹിം. ആ പ്രവാചകന്മാർ അയക്കപ്പെട്ട സമുദായത്തോടും അവിടെ അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും. എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖാമുഖം നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യും എന്ന് സൂറത്തുൽ അറാഫിൽ പറയുകയാണ്. സൂറത്തുൽ സാഫാത്തിൽ കാണാം, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. നിങ്ങൾ അവരെ പിടിച്ചു നിർത്തുക. മലക്കുകളോട് അല്ലാഹു പറയും, നിങ്ങൾ അവരെ പിടിച്ചു നിർത്തൂ. ഇന്നഹും മസ്ഊലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ്. ഓരോ കർമ്മത്തെ സംബന്ധിച്ചും സൂക്ഷ്മമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവിടെ നടക്കുക. പക്ഷേ സഹോദരന്മാരെ, എന്താണ് ഇന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ? വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. ഈ ചോദ്യം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പടച്ചറബിന്റെ മുമ്പിൽ നമ്മുടെ ഏടുകൾ മറിച്ചു വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും പടച്ചറബിന്റെ ചോദ്യത്തിന് മുമ്പിൽ നാം മറുപടി പറയാൻ തയ്യാറായി നിൽക്കണം. പക്ഷെ അള്ളാഹ് പറഞ്ഞ എന്താ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് ഇത് വളരെ അടുത്തെത്തിയിരിക്കുന്നു. ആ ഒരു ഹിസാബും ചോദ്യം ചെയ്യലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്തുള്ളതാണ്. എന്നാൽ വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, ആളുകൾ അതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം അശ്രദ്ധയിലാണ്. ആളുകൾക്കൊന്നും ശ്രദ്ധിക്കാൻ നേരല്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ കർമ്മങ്ങൾ നിവർത്തിവെച്ച് അതിനെല്ലാം നാം ഉത്തരം പറയണമെന്ന ബോധ്യം അവർക്കില്ല. മാത്രമല്ല സഹോദരന്മാരെ, എന്തിനെ കുറിച്ചൊക്കെയാണ് ചോദ്യം? ഒരു മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും ചോദ്യമുണ്ട്. വീണ്ടും അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഇസ്രായിൽ കാണാം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് ഇൽമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത ഒരു കാര്യം നീ പറയാൻ പാടില്ല, നിലപാട് സ്വീകരിക്കരുത്. ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഒരു മനുഷ്യന്റെ കേൾവി, ഒരു മനുഷ്യന്റെ കാഴ്ച, ഒരു മനുഷ്യന്റെ ഹൃദയം, ഇതാണല്ലോ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങൾ. ഹവാസുകളിൽ നിന്ന്, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന്. അഥവാ ഒരു മനുഷ്യന്റെ കണ്ണും ഒരു മനുഷ്യന്റെ കാതും ഒരു മനുഷ്യന്റെ ഹൃദയവും, ഇതിലെന്തൊക്കെ കണ്ടു, കേട്ടു, എന്തൊക്കെ ചിന്തിച്ചു, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. കണ്ണുകൊണ്ടെന്താണ് കണ്ടത്, ചെവി കൊണ്ടെന്താണ് കേട്ടത്, മനസ്സുകൊണ്ടെന്താണ് ചിന്തിച്ചത്, അത് നിസ്സാരമാണെങ്കിലും ഗുരുതരമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും ചോദ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വാഗ്ദാനമാണെങ്കിൽ അത് അള്ളാഹ് നിറവേറ്റിയിരിക്കും. വകാന അഹ്ദുല്ലാഹി മസ്ഊലാ. നമ്മളൊക്കെ അള്ളാഹുവിനോടൊരു കരാറിലാണ്. വനാല അഹദിക വഅദിക എന്ന് സാധാരണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറയാറില്ലേ? അള്ളാഹുവേ, ഞാൻ നിന്നോടൊരു കരാറിലാണ്. എന്താ കരാറ്? നിന്നെ ആരാധിക്കാം, നിനക്ക് ഇബാദത്തുകൾ ചെയ്യാം, തിന്മകൾ വിട്ടു നിൽക്കാം. ആ കരാറിനെ സംബന്ധിച്ച് വകാന അഹ്ദുല്ലാഹി മസ്ഊലാ. അള്ളാഹുവിന്റെ കരാറിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ ചോദ്യം ചെയ്യപ്പെടുന്നവർ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. എല്ലാ നിഅമത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്! എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലാത്ത അനുഗ്രഹങ്ങൾ. വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ മിനൻ നഈം. ഒരു മനുഷ്യൻ
അവൻ ദുനിയാവിൽ അനുഭവിച്ചിരിക്കുന്ന നിഅമത്തുകളെ സംബന്ധിച്ച് ആ നിഅമത്തുകളിൽ നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് അയ്യുഖാല ലഹു, ആ മനുഷ്യനോട് അള്ളാഹു പറയും, അലം നുസ്ഹി ജിസ്മക, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ? സഹോദരന്മാരെ, നമ്മളെല്ലാവരും പള്ളിയിൽ വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് വലിയ അനാരോഗ്യമൊന്നും അലട്ടുന്നില്ല. ഈ സന്ദർഭത്തിൽ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വീടിലും ബെഡ്റൂമുകളിലും എത്രയോ സഹോദരന്മാർ, നമ്മുടെ സഹോദരന്മാർ രോഗത്തിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അനുഭവിച്ച നിഅമത്തുകളെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിന്റെ ജസദിന്, നിന്റെ ശരീരത്തിന് നാം സിഹത്ത് നൽകിയില്ലേ, ആരോഗ്യം നൽകിയില്ലേ എന്നുള്ളതാണ്. ഈ ആരോഗ്യം പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ട്. ഈ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നീ നിന്റെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, നിന്റെ പരലോകത്തിന് വേണ്ടി നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? നമുക്ക് ഉത്തരമുണ്ടോ അല്ലെന്നത് നമ്മളാണ് സഹോദരന്മാരെ ചിന്തിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വേറുള്ളവരോട് ചോദിക്കൂല, വേറുള്ളവന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മളോട് ചോദിക്കൂല. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ എന്താണെന്നതിന് മറുപടി. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? റസൂലുള്ളാഹി പറയാൻ, വനർവിയക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം ഞാൻ നിനക്ക് കുടിക്കാൻ തന്നില്ലേന്നാ. ഒരു പ്രയാസമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ ആ വെള്ളം തന്റെ വായിലേക്ക് ഒഴിച്ച് അത് തന്റെ അന്നനാളത്തിലൂടെ തന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറി ആ പ്രക്രിയകൾ പൂർത്തിയാക്കിയത് മൂത്രമായും അതുപോലെ തന്നെ പിന്നെ മലമൂത്ര വിസർജനത്തിന് സജ്ജമായ രീതിയിൽ അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അനുഗ്രഹം ഇല്ലാത്ത എത്രയോ സഹോദരന്മാർ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിന്റെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന എന്തൊക്കെ പ്രക്രിയകളാണ്. നമ്മുടെ ദീർഘമേറിയ അന്നനാളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് നാഡീവ്യവസ്ഥകളും ദഹന വ്യവസ്ഥകളൊക്കെ ഇതൊന്ന് തെറ്റിപ്പോയാൽ, നിന്നുപോയാൽ ഒരു മുറുക്ക് വെള്ളം നടക്കാൻ നമുക്ക് സാധിക്കൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച ചോദ്യം, നിനക്ക് നാം ആരോഗ്യം നൽകിയില്ലേ? നിനക്ക് നാം വെള്ളം കുടിക്കാനുള്ള അവസരം നൽകിയില്ലേ? ഉണ്ട് എന്ന് മറുപടി പറഞ്ഞാൽ പോരല്ലോ, ഉണ്ട് പടച്ചോനെ. ആ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞാൽ അതിനനുസരിച്ച് എന്താണ് നീ നന്ദി ചെയ്തിട്ടുള്ളത്, എന്താണ് നീ പടച്ചറബിനോട് നന്ദി കാണിച്ചിട്ടുള്ളത്? ഇതെല്ലാം സഹോദരന്മാരെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വീട്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വാഹനം, വസ്ത്രം എല്ലാം, അതുപോലെ നമ്മുടെ ഇണകൾ, നമ്മുടെ സന്താനങ്ങൾ, അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാത്തിനും ചോദ്യമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അലാ കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഹദീസ് ബാധകമാണ്. എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളവർ. ഫൽ അമീറു അലൻ നാസ് റാഇൻ അലൈഹിം വഹു മസ്ഊലുൻ അൻ റഅയതിഹി. ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണീയരെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. അയാൾ പടച്ചറബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, തന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ ആ കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു പുരുഷൻ ഉത്തരവാദിത്തമുള്ളവനാണ്. ആ പുരുഷൻ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടിലെ റാഇയത്താണ്, കൈകാര്യകർത്തം ചെയ്യുന്നവളാണ്, ഉത്തരവാദിത്തമുള്ളവളാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ട്. എന്താണ് ചോദ്യം? മസ്ഊലത്തുൻ അൻഹും, ആ തന്റെ കുടുംബത്തിലുള്ള പിന്നെ ഭർത്താവിന്റെ സമ്പത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിന് ചെലവഴിച്ചതിനെ സംബന്ധിച്ചുമൊക്കെ അതിന്റെ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. മാത്രമല്ല, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആ, ഓരോ ഉത്തരവാദിത്തമുള്ളവരും ആ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും. അത് ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും, അത് ഗ്രഹനാഥനാണെങ്കിലും ഇതിന്റെ സ്ഥാപനത്തിന്റെ മേധാവിയാണെങ്കിലും അതുപോലെ തന്നെ ഏത് ഉത്തരവാദിത്തമുള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഇതൊക്കെ ചോദ്യം ചെയ്യുമെന്ന് മാത്രമല്ല, അഹഫിള അം ദയ്യ, അത് അവൻ സൂക്ഷിച്ചിട്ടുണ്ടോ അതല്ല അവൻ അതിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഹത്താ യുസ്അല റജുലു അൻ അഹ്ലി ബൈത്തി, തന്റെ കുടുംബത്തിലുള്ള മക്കളെ സംബന്ധിച്ചും ഭാര്യയെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു പിതാവിന് ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും ഇന്ന് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവസ്ഥ? അവരായി അവരെ പാടായി, നമ്മളൊന്നും അറിയേണ്ടതില്ല എന്നാ. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞെന്താ? ഹത്താ യുസ്അല റജുലു അൻ അഹ്ലി ബൈത്തിഹി, തന്റെ അഹ്ലി ബൈത്തിലുള്ള തന്റെ കുടുംബക്കാർ, തന്റെ കീഴ് ജീവിക്കുന്നവർ, ആ തന്റെ കീഴ് ജീവിക്കുന്നവരുടെ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ ആ കുടുംബനാഥന് ഉത്തരവാദിത്തമുണ്ട്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഉത്തരവാദിത്തമുണ്ട്.
അവിടെ വസ്ത്രം, അവിടെ ശരീരം, അവിടെ ദീന്, അതുപോലെ തന്നെ അവിടെ സമ്പത്ത്, അവിടെ ഇടപാടുകൾ, എല്ലാത്തിലും ബാപ്പാക്കും മാക്കും ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതിനെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇന്ന് ദീന് കൊണ്ട് പരിഹസിക്കപ്പെടുന്ന, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി. ഇന്നിപ്പോ തൊലാഖ് എന്ന് പറഞ്ഞാൽ, വിവാഹമോചനം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല. കുടുംബത്തിൽ കല്യാണം കഴിക്കുക, 2 ആഴ്ച കഴിഞ്ഞാൽ തൊലാഖില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണിത്. പക്ഷെ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് നിക്കാഹ് കഴിയോളൊന്നും മിണ്ടൂല. നിക്കാഹ് കഴിഞ്ഞാൽ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. ചിലപ്പോൾ പുരുഷന്മാർ അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ട് ഈ ഒരു മാസത്തിനിടക്ക് ഒരുപാട് തൊലാഖുമായി കൊണ്ട് ബന്ധപ്പെട്ട വളരെ നമ്മുടെമായി അടുത്ത ബന്ധത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ 2-3 എണ്ണം സ്ത്രീകൾ കല്യാണം കഴിഞ്ഞു, അപ്പൊ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് തൊലാഖ്, എനിക്ക് വേണ്ട. അതല്ലെങ്കിൽ നിറം പോരാ. അപ്പൊ അടുത്ത് നമ്മൾ പത്രത്ത് വായിച്ചല്ലോ, പെണ്ണിന് നിറല്ല, അതുകൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, എന്നിട്ട് നിറം പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ മാനസികമായി പീഡിപ്പിക്കുന്നു. അവർ ആത്മഹത്യ ചെയ്യുന്നു. നഊദുബില്ല. ആത്മഹത്യ ചെയ്യുക അതിന് വലിയ കുറ്റമാണ്. കാരണം അത് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? നമ്മുടെ മക്കൾ ദീനിയായ കാര്യങ്ങൾ രക്ഷിതാക്കൾ കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കുന്നില്ല. ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൾ വലിയ 5-അക്കവും 6-അക്കവും 8-അക്കവുമുള്ള ശമ്പളത്തിന്റെ മാത്രം കണ്ണു നട്ടിരിക്കുമ്പോൾ തന്റെ മക്കൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ എന്തു ചെയ്യണമെന്ന് രക്ഷിതാക്കൾ പഠിപ്പിക്കണില്ല. ഇതിനൊക്കെ ഉത്തരവാദിത്വ രക്ഷിതാക്കൾക്കുണ്ട്. കുല്ലു മസ്ഊലുൻ അൻ റഅയ്യത്തി, എല്ലാവരും അവരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നല്ല വീടും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഒക്കെ രക്ഷിതാക്കൾ മക്കൾക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ നല്ല ദീനും കൂടി അവർക്ക് ഒരുക്കി കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട് നമുക്ക്. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടത്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ നിസ്സാരങ്ങൾ കാര്യങ്ങൾക്ക് വന്നാൽ അതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൊലാഖിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാകും. റസൂൽ പറഞ്ഞ ഹദീസിൽ കാണാം, 3 കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ, ഒരിക്കലും അതുകൊണ്ട് തമാശ കളിക്കാൻ പാടില്ല. ഒന്നെന്താണ്? അത്വലാഖ്. തൊലാഖ് എന്ന് പറഞ്ഞാൽ അത് തമാശക്കുള്ളതല്ല. കാരണം 2 ബന്ധങ്ങൾ തമ്മിൽ വേർപ്പെടുത്തപ്പെടുന്ന, അല്ലെങ്കിൽ 2 കുടുംബങ്ങൾ തമ്മിൽ, 2 മനുഷ്യന്മാർ തമ്മിൽ വലിയൊരു അഹദിനെ, കരാറിനെ അതുപോലെ പൊട്ടിക്കൽ. അതുപോലെ തന്നെ നിക്കാഹ് തമാശ ആക്കാൻ പാടില്ല. കല്യാണം, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, കല്യാണത്തിൽ എന്തൊക്കെ കൂത്തരങ്ങളാണ് നടക്കുന്നത്. ആളുകൾക്ക് ഇതൊരു നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു ദീനിന്റെ ഇബാദത്താണ്, ദീനിന്റെ ചടങ്ങാന്നുള്ള ബോധം തന്നെയല്ല. അവിടെ കുറെ കൂത്താടണം, കുറെ ആറാടണം, കുറെ പടക്കം പൊട്ടിക്കണം, ഇതിന് സമീപത്തുള്ള അയൽവാസികളൊക്കെ ബുദ്ധിമുട്ടിക്കണം. ഇതൊക്കെയാണ് റസൂൽ പറഞ്ഞതൊന്നും കളി തമാശയാക്കാൻ പാടില്ല. കല്യാണം കളിയല്ല, നിക്കാഹ് കളിയല്ല, അതുപോലെ തന്നെ തലാഖ് കളി തമാശയല്ല. മൂന്നാമത് റസൂൽ പറയും, അടിമമോചനം അത് തമാശയായി ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ സഹോദരന്മാർ, ഇതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മറുപടികൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കണ്ടുവച്ചേ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് കുടുങ്ങിയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലന 40. 4 കാര്യങ്ങളെ സംബന്ധിച്ചും ചോദ്യമുണ്ട്. അതില്ലാതെ ഒരു മനുഷ്യന് കാൽ അനക്കാൻ സാധിക്കുകയില്ല. അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, അവന്റെ ആയുസ്സിനെ കുറിച്ച്, ആയുസ് എന്തിനാണ് അവൻ ചെലവഴിച്ചത്. വഅൻ ഇൽമിഹി ഫീമാ ഫഅല, അവന്റെ അറിവ് എന്തിനു വേണ്ടിയാണ്, അവന്റെ ആ അറിവ് കൊണ്ട് അവൻ എന്താണ് പ്രവർത്തിച്ചത്. വഅൻ മാലിഹി, അവന്റെ സമ്പത്ത് മിനൈന ഇക്തസബഹു, എവിടുന്ന് ഉണ്ടാക്കി, വഫീമാ അൻഫഖു, എവിടെ ചെലവഴിച്ചു. ഇതൊക്കെ കൃത്യമായ കണക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു, തന്റെ സ്വന്തം ശരീരം എന്തിനാണ് അവൻ നശിപ്പിച്ചു കളഞ്ഞത്. സ്വന്തം ശരീരം ആളുകൾ സംരക്ഷിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയാൻ പാടില്ല. അതിന്റെ ഭാഗമാണ് ഇതുപോലുള്ള സ്വന്തം ശരീരത്തിന് ആത്മഹത്യ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സ്വന്തം നശിപ്പിക്കുന്ന രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം ഹറാമാക്കിയത് കൊണ്ടാണ്. ഇതിനൊക്കെ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ട അവസ്ഥ ഉണ്ട് എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. ഇതൊക്കെ റസൂൽ പറഞ്ഞെന്താ വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെരിക്കുമ്പോൾ ഇങ്ങനെ ആളുകൾക്ക് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇതെല്ലാം സത്യമാണ് സഹോദരന്മാരെ. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് പടച്ചവന്റെ ചോദ്യങ്ങൾക്ക് മുഖാമുഖം മറുപടി പറയേണ്ടി വരും. ഈ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയി കബറിന്ന് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന നമ്മൾ ആദ്യം വിചാരിക്കരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ മുഖാമുഖം നിന്ന് ഒരു പരിഭാഷകൻ, വലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാ എന്ന
ഒരു പരിഭാഷകന്റെ പോലും ആവശ്യമില്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളെ സംബന്ധിച്ചും എല്ലാ തിന്മകളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടാകും. നിസ്കാരമാണ് അമലും ഒന്നാമത്തെ ചോദ്യം. അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ഭക്ഷണവും അതുപോലെ തന്നെ അവന്റെ കാര്യങ്ങളുമാണ്. അമലിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നിസ്കാരത്തിന്റെ ഉത്തരം പിന്നെ റെഡിയാണ്, ക്ലിയർ ആണെങ്കിൽ അവൻ വിജയിച്ചതു തന്നെ, ഒരു സംശയവുമില്ല. നിസ്കാരം ഫസാദാണ്, 5 നേരം നിസ്കരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും നമസ്കാരം ഒഴിവായി പോകുന്നുണ്ട്, അവൻ നഷ്ടക്കാരിൽ പെട്ടുപോയി, അവൻ പിന്നെ ഖുസ്റാനിൽ പെട്ടുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരിക്കണം സഹോദരന്മാരെ നമ്മൾ ജീവിക്കണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു, അദ്ദേഹം താബിഈ പണ്ഡിതനാണ് റഹിമഹുല്ലാഹ്, അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ് അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. ലഖിയ റഹിമഹുല്ലാഹ് റജുലൻ ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പിന്നെ ഫുളൈൽ ഇബ്നു ഇയാദ് പിന്നെ അദ്ദേഹം ചോദിച്ചു, കം അത്തത അലൈക, ഏകദേശം നിനക്ക് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടാവും, എത്ര വർഷങ്ങൾ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും? അദ്ദേഹം പറഞ്ഞു 60 സന, 60 വയസ്സായി എനിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഅൻത മുൻദു 60 സനതൻ തസീറു ഇലല്ലാഹ്, 60 വയസ്സ് 60 വർഷത്തോളമായി നീ അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള യാത്രയിലാണ്. 60 വർഷം നീ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാൻ. വഖദ് ഔശക്ത അൻ തബ്ലുഗ, നീ നിന്റെ യാത്ര അവസാനിക്കാറായിരിക്കുന്നു, നീ പടച്ച റബ്ബിന്റെ അടുക്കിലേക്ക് എത്താറായിരിക്കുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അള്ളാഹുലേക്കുള്ളവരാണ്, അള്ളാഹുലേക്ക് മടക്കപ്പെടും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവ തഅലം തഫ്സീറഹ, ഇപ്പൊ നീ പറഞ്ഞ വാചകമുണ്ട് ഇസ്തിർജാഇന്റെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നീ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം നീ ചിന്തിച്ചിട്ടുണ്ടോ, നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാധാരണ നമ്മൾ ആരെങ്കിലും മരണവാർത്ത കേട്ടാ പറയാം, പക്ഷെ മരണവാർത്ത അല്ല. വൈദാ അസാബക്കും മുസീബത്തിൽ, എന്തൊരു മുസീബത്ത്, കാലെന്ന് വെച്ച് കുത്തി, നമ്മുടെ ചെരുപ്പിന്റെ വാറന്ന് പൊട്ടി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കൊണ്ട് കറണ്ടൊന്ന് പോയി, ലൈറ്റ് ഒന്ന് പോയാൽ ഒക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. എന്താ അതിന്റെ അർത്ഥം നീ ചിന്തിച്ചിട്ടുണ്ടോ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അദ്ദേഹം പറയാണ്, അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം പറയാം, ഫഇദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ, നീ മനസ്സിലാക്കി ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹിന്റെതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയാണ് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, വഇന്നക ഇലൈഹി റാജിഊൻ, നീ അള്ളാഹുലേക്ക് മടങ്ങുന്ന കാലത്ത് സംശയമില്ല. കാരണം അള്ളാഹുവിൻ്റെതാണ് നീയെങ്കിൽ നീ അള്ളാഹുലേക്ക് മടക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഫഅലം അന്നക മൗഖൂഫുൻ, നീ അള്ളാഹുലേക്ക് മടക്കപ്പെടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കേണ്ടി വരുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആ കവർന്നുകൊണ്ട് ലയിച്ചു പോല മണ്ണില്. പിന്നെ നീ എണീറ്റുകൊണ്ട് പടച്ചറബിന്റെ മുമ്പിൽ നീ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും. മാത്രവുമല്ല, വമൻ അലിമ അന്നഹു മൗഖൂഫുൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമെന്നൊരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫല്യഅലം അന്നഹു, അവൻ അറിയണം, അന്നഹു മസ്ഊൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക മാത്രമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. വമൻ അലിമ അന്നഹു മസ്ഊലുൻ, അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫല്യുഇദ്ദ ലിൽ മസ്അലതി ജവാബഹ, ചോദ്യം ചെയ്യും, അവിടെ ഹിസാബുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ നിന്ന് തന്നെ അവൻ തയ്യാറാക്കി കൊണ്ടുപോകണം. അതിനുള്ള പിന്നെ സമയമാണ് ഈ ജീവിതമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാ ബാക്കി അദ്ദേഹം പറയാൻ, തുഹ്സിൻ ഫീമാ ബഖിയ, അതുകൊണ്ട് നീ ബേജാറാകുന്നു വേണ്ട, ഇനിയുള്ള ശിഷ്ടകാലത്തിന്റെ ജീവിതം നീ നന്നാക്കി തീർത്തോ. ഏതും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നീ നിന്റെ ജീവിതം ബാക്കിയുള്ള നീ നന്നാക്കണം. യുഗ്ഫർ ലക മാ മളാ വമാ ബഖിയ, അങ്ങനെയാണെങ്കിൽ നിന്റെ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും, ഇനി വരാനിരിക്കുന്നതും നിനക്ക് അബദ്ധങ്ങൾ ഉണ്ടാകൂല. അപ്പൊ നീ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ വഇൻ അസ്അത, ഇനി ശേഷമുള്ള ജീവിതം ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടും അവസാനം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും പിന്നെയും നിന്റെ മോശമായ ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുത്ത ഫീമാ മളാ വമാ ബഖിയ, നിന്റെ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അല്ലാഹു പിടിക്കും, നിന്റെ വരാനിരിക്കുന്ന തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കും എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യന് കൊടുത്ത ഉപദേശം ഹല്യത്തുൽ ഔലിയാഇൽ അബൂ നുഐം അൽ അസ്ബഹാനി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചറബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാകും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്നും സ്വന്തത്തോട് ചോദ്യം ചെയ്യപ്പെടണം. വസ്നു അമാലകും ഖബ്ല അൻ തുസ്നു, നിങ്ങളുടെ അമലുകൾ നിങ്ങളൊന്ന് തൂക്കി നോക്കണം.
ഉലമാക്കൾ അവർക്ക് എന്തെങ്കിലും വിശദീകരിച്ചത് കാണാൻ കഴിയും. എല്ലാ രാത്രിയും കിടക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് സ്വന്തം നമ്മുടെ അമലൊക്കെ ഒന്ന് തൂക്കി വെക്കുക. നമ്മൾ സാധാരണ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണക്കുകളും അതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ് ആക്കുക. കച്ചവടക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണെങ്കിൽ അവന്റെ ബിസിനസിന്റെ എല്ലാ കണക്കുകളും ക്ലോസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും കിടക്കുക, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലൊക്കെ. ഇതുപോലെ നമ്മുടെ ഓരോ ദിവസവും കിടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ അമലിന്റെ കനം എത്ര ഉണ്ടാകും, ഇന്നത്തെ നിസ്കാരം എത്ര വക്തിക്ക് ജമാഅത്ത് കിട്ടി, ഇതിപ്പോ എത്ര ഞാൻ അദ്കാർ സ്വബാഹ് ചൊല്ലിയിട്ടുണ്ടോ, അദ്കാർ മസാജ് ചൊല്ലിയിട്ടുണ്ടോ, എത്ര കളവുകൾ ഞാൻ പറഞ്ഞു കച്ചവടത്തിൽ, അതുപോലെ എത്ര ആളുകൾ ഞാൻ വഞ്ചിച്ചു, എത്ര പലിശ ഹറാമായത് ഞാൻ ഭുജിച്ചിട്ടുണ്ട്, എത്ര ഹറാമിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുകയും അതിനെ സംബന്ധിച്ച് എഡിറ്റിംഗ് വരുത്തുകയും ചെയ്താൽ അതാണ് മഹാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാചകത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഇത് സത്യമാണ് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ഭൂമിയിലെ അഹങ്കാരികളായ മനുഷ്യന്മാർക്ക് പരലോകത്തിന്റെ പുറമെ ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെയും അള്ളാഹുവിന്റെ ശിക്ഷകളും പരീക്ഷണങ്ങളും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ആയുധശക്തിയും സൈനിക ശക്തിയുമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പല രാജ്യങ്ങളും ഇന്ന് വലിയ പരീക്ഷണത്തിന്റെ നടുവിലാണുള്ളത്. നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ടാകും. അമേരിക്ക എന്ന് പറഞ്ഞ് ലോകത്തെ വിറപ്പിക്കാനും ഒരു നിമിഷം കൊണ്ട് ചുട്ടുകരിക്കാനുമൊക്കെ ഞങ്ങൾക്ക് കഴിയുമെന്ന അഹങ്കാരത്തിന്റെ നെറുകയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഭരണാധികാരികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുമൊക്കെ അള്ളാഹുവിന്റെ ചെറിയൊരു പരീക്ഷണം വന്നപ്പോഴേക്കും പതറിപ്പോകുന്ന എത്രയോ മനുഷ്യന്മാർ, കോടാനുകോടി രൂപയുടെ നഷ്ടം വന്നു ആ തീയിൽ. അതുപോലെ തന്നെ ലോകത്തെ വലിയ കോടീശ്വരന്മാർ ജീവിക്കുന്ന പ്രദേശത്താണ് ആ ഒരു തീ പടർന്നു പിടിച്ചിട്ടുള്ളത്. അവിടെ സമ്പത്ത് കൊണ്ട് ഒന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, മനുഷ്യനെത്ര ദുർബലനാണ്, അള്ളാഹുവിന്റെ ഒരു ചെറിയ പരീക്ഷണത്തിന് മുമ്പിൽ എത്ര ദുർബലനാണ് എന്നുള്ളത് അള്ളാഹു നമുക്ക് കാണിച്ചു തരുകയാണ്. സൂറത്ത് ഫാത്തിറിൽ 42 മുതലുള്ള വാചകങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ഇതിലേക്കുള്ള ചില സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവത്തിൽ അവൻ പരാജിതനായി പോകുന്ന അവസ്ഥ. ഇസ്തിക്ബാറൻ ഫിൽ അർദി വമക്ര സയ്യി, മനുഷ്യന്മാർ ഭൂമിയിൽ അഹങ്കാരം നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോശമായ ചില കുതന്ത്രങ്ങൾ അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലാ യഹീഖു അൽ മക്റു സയ്യു ഇല്ലാ ബി അഹ്ലി, എന്ത് കുതന്ത്രങ്ങളാണെങ്കിലും എന്ത് അഹങ്കാരങ്ങളാണ് അതൊക്കെ അവസാനം അവരിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ആ കുതന്ത്രങ്ങൾ കൊണ്ട് അവർ തന്നെ പരാജയപ്പെട്ടു പോകുന്ന, അവർ തന്നെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, അവർ എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ സുന്നത്തല്ലാതെ എന്ന് പറഞ്ഞ ഭൂമിയിൽ ഒരുപാട് ഖാറൂൻമാരും ഫിർഔൻമാരും അതുപോലെ നമ്രൂദ്മാരും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അതിനൊന്നും തടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല, അള്ളാഹിന്റെ ഈ സുന്നത്ത് ഒരിക്കലും മാറ്റം വരില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, ആള് മാറുള്ളൂ, അതൊക്കെ ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വകാനു അശദ്ദ മിൻഹും ഖുവ്വ, ഈ ആളുകൾ ഭൂമിയിലൂടെ ഒന്ന് നടന്നു നോക്കട്ടെ. ഈ അഹങ്കരിക്കുന്ന ആളുകൾ, ഇവരെക്കാൾ വലിയ ശക്തന്മാരും മല്ലന്മാരുമായിരുന്ന ആളുകള്, അവർക്ക് നാമാവശേഷമാക്കി തരിപ്പണമാക്കിയ ചരിത്രം ഭൂമിയിൽ അവർക്ക് കാണാൻ കഴിയും. എന്നിട്ട് അടുത്ത വാക്കെന്താണ്, വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദി, ആകാശത്തും ഭൂമിയിലും അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പടച്ചോനെ തോൽപ്പിക്കാൻ ഒരു പടപ്പിനും കഴിയൂല, അതെത്ര ശക്തമാണെങ്കിലും. ഇന്നഹു കാന അലീമൻ ഖദീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം എല്ലാ കാര്യങ്ങളും അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. എന്നാൽ അതേ സമയത്ത് എല്ലായ്പ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സുന്നത്തുകൾ ചെയ്യോ ഇല്ല. അതാണ് പറഞ്ഞു വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിമാ കസബു,
ഓരോ തെറ്റുകളും മനുഷ്യന്മാർ ചെയ്യുന്ന അപ്പോൾ തന്നെ അള്ളാഹു നടപടി എടുക്കുകയാണെങ്കിൽ മാ തർക അലാ ളഹ്രിഹാ മിൻ ദാബത്തിൻ, ഭൂമിക്ക് മുകളിൽ ഒരു ദാബത്തും ഉണ്ടാവില്ല. ഒരാൾ തെറ്റ് ചെയ്ത് അപ്പം തന്നെ അള്ളാഹു അയാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് അള്ളാഹിന്റെ സുന്നത്തല്ല. അങ്ങനെ അള്ളാഹു ചെയ്തിരുന്നെങ്കിൽ ഒരു ദാബത്ത് പോലും, ഒരു ജീവി പോലും അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ നിനക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ അത് അള്ളാഹു ശിക്ഷിക്കൂല എന്നാണോ? വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അജലും മുസമ്മ ഉണ്ട് അള്ളാഹ്ക്ക്. അള്ളാഹു പറഞ്ഞ നിശ്ചിതമായ അവധിയുണ്ട്. ആ അവധി വരെ അള്ളാഹു വരെ പിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഫൈദാ ജാ അജലുഹും, അള്ളാഹു നിശ്ചയിച്ച അവധി അവർക്ക് എത്തിക്കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം ബസീറാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാൻ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് തഫ്സീറിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന കദ്ദബുർ റസൂൽ, ഈ പ്രവാചകന്മാരൊക്കെ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു? കൈഫ ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹാ ഫഖുയ്യിലത് മിൻഹും മനാസിലുഹും, അവരുടെ വീടുകളൊക്കെ തന്നെയും താറുമാറാക്കപ്പെടുകയും അതെല്ലാം ഹുല്ലിയത്, അതെല്ലാം ഇന്ന് കാലികളാണ്, അവിടെ നാമാവശേഷമായി കഴിഞ്ഞു, ഇതിന് താമസക്കാരില്ല. വസുലിബു മാ കാനു ഫീഹി മിനൻ നഈം, അവർ എത്ര വലിയ സുഖത്തിലായിരുന്നു അല്ലെ, എത്ര വലിയ സുഖാഡംബരത്തിൽ ജീവിച്ച ആളുകളായിരുന്നു. ഇന്ന് ആ സുഖാഡംബരങ്ങളിൽ നിന്നെല്ലാം അവർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മാത്രം ബഅദ കമാലിൽ ഖുവ്വ, ആ ശക്തിയുടെ പൂർണ്ണത അവർക്കുണ്ടായിരുന്നു. വകസറത്തിൽ അദദി വൽ ഉദദി, ശക്തി കൊണ്ടും എണ്ണം കൊണ്ടും അതുപോലെ തന്നെ എല്ലാം അവർ അങ്ങേയറ്റം വലിയ ശക്തിയിലായിരുന്നു. വകസറത്തിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളും അതുപോലെ തന്നെ സമ്പത്തിന്റെയും ആധിക്യം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഫമാ അഗ്നാ ദാലിക ശൈഅൻ, അതൊന്നും അള്ളാഹിന്റെ ശിക്ഷ വരുമ്പോൾ അവർക്ക് ഉപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല വലാ ദഫഅൻഹും മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് ഈ മനുഷ്യന്മാരുടെ അവസ്ഥ. ഇത് കഴിഞ്ഞു പോയ സമുദായത്തിലുണ്ട്, ഈ പോയ സമുദായത്തിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ ചില ഗുണപാഠങ്ങളുണ്ട്. അവിടെ മനുഷ്യന്മാർ മരണപ്പെടുന്നത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. അതേസമയത്ത് എത്ര വലിയ ശക്തിയാണെങ്കിലും പടച്ചോന്റെ അതാപം വന്നാൽ, ഒരു കാറ്റ് വന്നാൽ തടുക്കാൻ നമുക്ക് കഴിയില്ല, ഒരു വെള്ളം വന്നാൽ തടുക്കാൻ നമുക്ക് കഴിയില്ല, ഒരു തീ വന്നാൽ കെടുത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം കടലിന്റെ തൊട്ട് സമീപ പ്രദേശമാണ്. ആ കടൽ പാരാവാരം പോലെ കടലിന്റെ അടുത്താണ് ഈ കത്തി നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വലിയ പട്ടണമുള്ളത്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. എത്ര വലിയ സംവിധാനങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലേക്കൊക്കെ തീയൊക്കെ വന്നു കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപാഠത്തിന്റെ പാഠങ്ങളാണ്. നമുക്കറിയാം, ഈ പറയുന്ന ആളുകളാണ്, ഈ പറയുന്ന പിന്നെ പട്ടാളക്കാരാണ് പിന്നെ ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാർക്ക് മേൽ ഏകദേശം 467 ദിവസമായി രാവും പകലും വ്യത്യാസമില്ലാതെ അവർക്ക് ഭക്ഷണത്തലി ഇട്ട് കൊടുക്കുന്നതിന് പകരം ബോംബ് അവരുടെ തലയിലേക്കും അവരുടെ വീടുകളിലേക്കും അവരുടെ ബിൽഡിങ്ങിലേക്കും ആശുപത്രിയിലേക്ക് ഇട്ട് അവിടെ നരനായാട്ട് നടത്തുകയും ആ യുദ്ധം നിർത്തുവാൻ വേണ്ടി ഒരു നിലക്കും സമ്മതം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രത്തലവന്മാർ അവരുടെ നാടുകളിലാണ് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വന്നിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഫലസ്തീനികളെ സംബന്ധിച്ച് താൽക്കാലികമായ ആശ്വാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ആശ്വാസം നൽകുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ വിശ്വാസികൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.